നമസ്കാരം. A4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂരിൽ ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിക്കാനിടയായ അപകട ദൃശ്യങ്ങൾ പുറത്ത്. നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. കല്ലൂർ പാറക്കാട് നെല്ല് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ മതിലും ഗേറ്റും തകർന്നു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലിയേക്കര ടോൾ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. രണ്ടുവട്ടം കേസ് പരിഗണിച്ചിട്ടും ലാഭം വ്യക്തമാക്കിയില്ല. ഇതുവരെ പിരിച്ചത് 1521 കോടി. തലൂരിലെ മൊബൈൽ ഷോപ്പിൽ വൻ മോഷണം നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. സമീപത്തെ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊടുങ്ങല്ലൂരിൽ ഭരണി ഉത്സവത്തിനിടെ പലരിൽ നിന്നായി പണവും മൊബൈലും മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ. പുരാതനവും പ്രസിദ്ധവുമായ മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരാഘോഷം ഏപ്രിൽ 3 വ്യാഴാഴ്ച മുതൽ നടക്കും. ലഹരിക്കും മയക്കുമരുന്നിനും എതിരെ CITU തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂരിൽ ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിക്കാനിടയായ അപകട ദൃശ്യങ്ങൾ പുറത്ത്. നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് ചിറ്റിശ്ശേരിയിലേക്ക് വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിർത്തിയിട്ട ലോറിയിൽ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് റോഡിലേക്ക് തെറിച്ചു വീണ ആഷിഖിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ പാറക്കാട് നെല്ല് കയറി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ മതിലും ഗേറ്റും തകർന്നു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിൽ സംസാരിച്ചുകൊണ്ടിരുന്നവർ ലോറി വരുന്നത് കണ്ട് ഓടി മാറിയതിനാൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ചൊവ്വാഴ്ച രാത്രി 7 മണിയോടെയാണ് അപകടം. വളവിൽ നിയന്ത്രണം വിട്ട ലോറി റോഡ് സൈഡിലെ വീടിന്റെ മതിലിനോട് ചേർന്ന് മറിയുകയായിരുന്നു. പാലക്കാട് നിന്നും നെല്ലുമായി കാലടിയിലേക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പാലിയേക്കര ടോൾ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. രണ്ടുവട്ടം കേസ് പരിഗണിച്ചിട്ടും ലാഭം വ്യക്തമാക്കിയില്ല. ഇതുവരെ പിരിച്ചത് 1521 കോടി. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കണക്ക് നൽകാത്ത പാലിയേക്കര ടോൾ കമ്പനിക്കെതിരെ കർശന താക്കീതുമായി ഹൈക്കോടതി. ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് 2 തവണ കേസ് വാദത്തിന് വന്നിട്ടും രേഖകൾ ഹാജരാക്കാതിരുന്നതോടെയാണ് 7 മുൻപ് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചത്. രേഖകൾ നൽകിയില്ലെങ്കിൽ കേസിൽ ഉത്തരവ് പറയുമെന്നും വ്യക്തമാക്കി. ടോൾ പിരിക്കാനുള്ള കാലാവധി 2026 നിന്ന് 2028 നീട്ടി നൽകിയതും ന്യായമായ ലാഭം ഉണ്ടാക്കിയിട്ടും പിരിവ് തുടരുന്നതും ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി K കോടംകണ്ടത്ത് അഡ്വക്കേറ്റ് ഗംഗേഷ് മുഖാന്തിരമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ജസ്റ്റിസുമാരായ A മുഹമ്മദ് മുസ്താഖ്, P കൃഷ്ണകുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദത്തിനെടുത്തത്. ഹർജിക്കാരുടെ വാദം കേട്ട കോടതി ഫെബ്രുവരി 22 കരാർ കമ്പനിയോട് റോഡ് നിർമ്മാണത്തിന് ചെലവായ തുക, ന്യായമായി ഉദ്ദേശിക്കുന്ന ലാഭസംഖ്യ എന്നിവ വ്യക്തമാക്കി കണക്കുകൾ നൽകാൻ ആവശ്യപ്പെട്ട് ഇടക്കാല ഉത്തരവിട്ടു. ഇതിനുശേഷം 2 വട്ടം കേസ് പരിഗണിച്ചിട്ടും രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് കോടതി രൂക്ഷമായ പരാമർശം നടത്തിയത്. 13 വർഷത്തിനിടെ ടോൾ കമ്പനി 1521 കോടി പിരിച്ചെന്നാണ് കണക്കുകൾ. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5 മാത്രമാണ് പരിഹാര നടപടികൾ ചെയ്തതെന്ന വിവരാവകാശ രേഖകളും പുറത്തു വന്നിരുന്നു.
30 തീവ്ര അപകട സാധ്യതയുള്ള കവലകളിലും അപകട സാധ്യതയുള്ള 20 കവലകളിലും ഇതാണ് സ്ഥിതി. പ്രതിദിനം ശരാശരി 42,000 വാഹനങ്ങളാണ് കടന്നു പോകുന്നതെന്നും 52 ലക്ഷം രൂപ പിരിക്കുന്നെന്നും കണക്കുകൾ പുറത്തു വന്നിരുന്നു. തലോരിലെ മൊബൈൽ ഷോപ്പിൽ വൻ മോഷണം നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. സമീപത്തെ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഫോണുകൾ ചാക്കുകളിൽ നിറച്ച് 2 പേർ കാറിൽ രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തലോർ സംസ്ഥാന പാതയോട് ചേർന്ന് അഫാത്ത് മൊബൈൽ ഷോപ്പിലാണ് തിങ്കളാഴ്ച വെളുപ്പിന് മോഷണം നടന്നത്. 9.85 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് നഷ്ടപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. 25 ലക്ഷത്തിലേറെ വില വരുന്ന മൊബൈൽ ഫോണുകളും മറ്റ് ഉപകരണങ്ങളും 50,000 രൂപയും മോഷണം പോയതായിട്ടായിരുന്നു പരാതി. ഷട്ടറിന്റെ താഴെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിച്ചായിരുന്നു മോഷണം. കൊടുങ്ങല്ലൂരിൽ ഭരണി ഉത്സവത്തിനിടെ പലരിൽ നിന്നായി പണവും മൊബൈലും മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. കൊടുങ്ങല്ലൂർ ഭരണി മഹോത്സവം നടക്കുന്ന അമ്പലപ്പറമ്പിൽ വെച്ചാണ് മൊബൈൽ മോഷണം നടത്തിയത്. ഇയാളെ നാട്ടുകാർ തടഞ്ഞുവയ്ക്കുകയും പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സാലിം കെ നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്നും 2 മൊബൈൽ ഫോണുകളും 5,250 രൂപയും ലഭിച്ചത്. സുൽത്താൻ ബത്തേരി സ്വദേശിയായ വരിക്കേരി കോളനിയിൽ 36 വയസ്സുള്ള മണി എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറയുന്നതെന്ന് പോലീസ് പറയുന്നു. കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ നിന്ന് 2 പേരിൽ നിന്നായി മോഷ്ടിച്ചതാണ് പണവും മൊബൈലുമെന്ന് ഇയാൾ കുറ്റസമ്മതം നടത്തി. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, സിവിൽ പോലീസ് ഓഫീസർമാരായ അബീഷ് ഇബ്രാഹിം, വിഷ്ണു എന്നിവർ ചേർന്നാണ് മണി എന്ന് വിളിക്കുന്ന കണ്ണനെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. മതിലകം പൊരി ബസാറിലുള്ള ബാറിൽ വെച്ച് പനങ്ങാട് 5-ാം പരുത്തി ഏരാശ്ശേരി 33 വയസ്സുള്ള രാജീവിനെയാണ് ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രതികളിൽ ഒരാളായ പതിയാശ്ശേരി സ്വദേശിയായ പുതിയ വീട്ടിൽ 24 വയസ്സുള്ള നബീൽ എന്നയാളെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻപ് നടന്ന സാമ്പത്തിക ഇടപാടിനെക്കുറിച്ച് സംസാരിച്ചാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടായതും സംഘർഷത്തിൽ കലാശിച്ചതും. സംഭവത്തിൽ രാജീവിന്റെ വലത് കണ്ണിന് താഴെ എല്ലിന് പൊട്ടലുണ്ട്. മതിലകം പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ രമ്യ കാർത്തികേയൻ, മുഹമ്മദ് റാഫി, ASI വിനയൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, ആന്റണി, ഷനിൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ മതിലകത്തു നിന്നും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ നബീലിനെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ജീവനക്കാർ ഭണ്ഡാരം തുറന്ന് പണം എടുക്കുന്ന സമയം തുറന്നു കിടന്ന ഭണ്ഡാരത്തിൽ കൈയിട്ട് പണം മോഷ്ടിക്കുകയായിരുന്നു. ഇയാളെ ജീവനക്കാർ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാൽപ്പാറ സ്വദേശിയായ പണ്ണിമേൽ വീട്ടിൽ 60 വയസ്സുള്ള കൃഷ്ണൻ എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർമാരായ സാലിം, സജിൽ എന്നിവർ ചേർന്നാണ് കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. പുരാതനവും പ്രസിദ്ധവുമായ മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരാഘോഷം ഏപ്രിൽ 3 വ്യാഴാഴ്ച മുതൽ നടക്കും. കൊടികയറ്റവും മകയിരം പുറപ്പാടും വ്യാഴാഴ്ച വൈകുന്നേരം 7 മുതൽ താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകളോടെ നടത്തും. പൂരാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി വിശിഷ്ടവും ദൈവിക പ്രാധാന്യമുള്ളതുമായ മകയിരം പുറപ്പാട് നടത്തും. പൂരത്തോടനുബന്ധിച്ച് 1 കുടം നെയ്യ് സമർപ്പണവും പറനിറയ്ക്കലും കാണിക്ക സമർപ്പണവും ഉണ്ടായിരിക്കും. ഈ പുണ്യവേളയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സജ്ജനങ്ങളായ ഏവരെയും ഈ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ CITU തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചു. നെല്ലായി, കോടാലി, വരന്തരപ്പള്ളിയിലെ പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലാണ് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചത്. നെല്ലായിയിൽ നടന്ന ജാഗ്രതാ സദസ്സ് CITU ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, TR ലാലു, MK അശോകൻ, A രാജീവ്, CN വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം.
സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 8,510 രൂപ, പവന് 68,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂരിൽ ലോറിയിൽ ബൈക്കിടിച്ച് യുവാവ് മരിക്കാനിടയായ അപകട ദൃശ്യങ്ങൾ പുറത്ത്. നെന്മണിക്കര ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ മണികണ്ഠന്റെ മകൻ 27 വയസ്സുള്ള ആഷിഖാണ് മരിച്ചത്. കല്ലൂർ പാറക്കാട് നെല്ല് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ നമ്പാടൻ വർഗീസിന്റെ മതിലും ഗേറ്റും തകർന്നു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാലിയേക്കര ടോൾ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2 വട്ടം കേസ് പരിഗണിച്ചിട്ടും ലാഭം വ്യക്തമാക്കിയില്ല. ഇതുവരെ പിരിച്ചത് 1,521 കോടി. തലോരിലെ മൊബൈൽ ഷോപ്പിൽ വൻ മോഷണം നടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. സമീപത്തെ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. കൊടുങ്ങല്ലൂരിൽ ഭരണി ഉത്സവത്തിനിടെ പലരിൽ നിന്നായി പണവും മൊബൈലും മോഷ്ടിച്ച കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. യുവാവിനെ ഇടിവള കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ നിന്ന് പണം മോഷ്ടിച്ചയാൾ പിടിയിൽ. പുരാതനവും പ്രസിദ്ധവുമായ മേടംകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരാഘോഷം ഏപ്രിൽ 3 വ്യാഴാഴ്ച മുതൽ നടക്കും. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ CITU തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഇതോടെ ഇതുവരെയുള്ള ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.